ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പുള്ള അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത്. കണ്ണുകളെല്ലാം കെൻസിംഗ്ടൺ ഓവലിലേക്കാണ്. മുറിവേറ്റ് ഇംഗ്ലീഷുകാരും പൊരുതാനുറച്ച ഇന്ത്യയും തമ്മിൽ അവിടെ അവസാനമായി പോരിനിറങ്ങും. ബാറ്റ് വാളും പന്ത് ബുള്ളറ്റുമാകുന്ന ഫൈനൽ ബാറ്റിൽ, ദ ഫൈനൽ ടെസ്റ്റ്. സ്വന്തം മണ്ണിൽ ഒരു പറ്റം ഇന്ത്യൻ യുവാക്കൾ വന്ന് പരമ്പര സമനിലയിലാക്കുക എന്നത് ബെൻ സ്റ്റോക്സിനും കൂട്ടർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ഇതിനോടകം അവർ തങ്ങളുടെ ആത്മാഭിമാനത്തെ വല്ലാതെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്കാണെങ്കിൽ കാര്യങ്ങൾ മറിച്ചാണ്. വിചാരിച്ചതിലും അപ്പുറമുള്ള പോരാട്ട വീര്യം ഇതിനോടകം തന്നെ ഗില്ലും സംഘവും പുറത്തെടുത്തു. ഓവലിലെ അവസാന യുദ്ധത്തിൽ കൂടി പൊരുതിയാൽ തല ഉയർത്തി തന്നെ നാട്ടിലേക്ക് മടങ്ങാം. ക്യാപ്റ്റനായ ആദ്യ യുദ്ധത്തിൽ തന്നെ വീരോചിതം പൊരുതിയെന്നതിൽ ഗില്ലിനും അഭിമാനിക്കാം. സ്റ്റോക്സിന്റെ ഷേഖ് ഹാൻഡ് നിരസിച്ചതും വാക്പോരുകളുമായി ഇതിനോടകം തന്നെ ഒരു റോളർ കോസ്റ്ററായ പരമ്പരയ്ക്ക് എരിവേറ്റുന്ന സംഭവങ്ങളാണ് ഇന്നലെ ഓവലിൽ അരങ്ങേറിയത്. ഓവലിൽ പ്രാക്ടീസിനിടെ ഗ്രൗണ്ട്സ്മാനായ ലീ ഫോർച്ചിസും ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറും തമ്മിൽ നടന്നത് അതിരുവിട്ട പ്രകടനങ്ങൾ. സംഭവങ്ങൾ ബ്രിട്ടീഷ് പത്രമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: പ്രാക്ടീസിനിടെ ഇന്ത്യ പിച്ച് ഉപയോഗിച്ചതാണ് ഗ്രൗണ്ട്സ്മാനെ ചൊടിപ്പിച്ചത്. ഇതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായ സീതാൻഷു കൊട്ടക് ഞങ്ങൾ എന്തു ചെയ്യണമെന്നത് നീ പറയേണ്ട എന്ന് പറയുന്നു. വൈകാതെ ഫോർച്ചിസിന് നേർക്ക് കൈ ചൂണ്ടി കോച്ച് ഗൗതം ഗംഭീറുമെത്തി. നിങ്ങൾ വെറുമൊരു ഗ്രൗണ്ട്സ്മാനാണ്, അതിലപ്പുറം ഒന്നുമല്ല, അതുകൊണ്ട് കൂടുതൽ വർത്തമാനം പറയേണ്ട എന്നായിരുന്നു ഗംഭീറിൻ്റെ പ്രതികരണം. ഇതിനിടയിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് ഫോർച്ചിസ് പറഞ്ഞപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ പോയി പറയുമെന്നായിരുന്നു ഗംഭീറിൻ്റെ മറുപടി. വിവാദങ്ങൾക്ക് ശേഷം ഫോർച്ചിസ് പ്രതികരിച്ചതിങ്ങനെ: വലിയൊരു മത്സരമാണ് വരാനിരിക്കുന്നത്. ഗൗതം ഗംഭീറിനെ ഹാപ്പിയാക്കലല്ല എൻ്റെ പണി. ഞാൻ അദ്ദേഹത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങൾ ഇന്ന് കണ്ടില്ലേ, ഫോർച്ചിസ് പറഞ്ഞു. എന്നാൽ ഇതിൽ കൂടുതൽ വിശദീകരണവുമായി സീതാൻഷുവും എത്തി. ഈ രംഗത്ത് മികവുള്ള ബുദ്ധിയുള്ള ആളുകളോടാണ് ഇടപെടുന്നത് എന്ന് ക്യൂറേറ്റർ ഓർക്കണം. ഞങ്ങളും പ്രൊഫഷണലുകളാണ്. പിച്ചിനെ കേടുവരുത്താതെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾക്കും അറിയാം. സ്പൈക്ക് ധരിക്കാതെയാണ് ഞങ്ങൾ പോയത്. പിച്ച് ആരെങ്കിലും തൊട്ടാൽ തകരുന്ന പുരാവസ്തു ഒന്നുമല്ലല്ലോ. 5 ദിവസം നീളുന്ന മത്സരം നടക്കുമ്പോൾ കളിക്കാർ പിച്ചിൽ പലതും ചെയ്യും. അവിടെ തുടരുത് എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്, സീതാൻഷു ചോദിച്ചു. കൂടാതെ ഒരു കാര്യം കൂടി സീതാൻഷു പറഞ്ഞു. ഇന്നലെ ഇംഗ്ലണ്ട് ടീമിൻ്റെ ആളുകൾ പിച്ചിലെത്തിയപ്പോൾ ആരും തടഞ്ഞില്ല എന്നായിരുന്നത്. സീതാൻഷു പറഞ്ഞത് പ്രകാരമാണ് കാര്യമെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തെ ന്യായമുണ്ട്. കൂടാതെ പിച്ചിലെ പുല്ലിൽ ചവിട്ടുമെന്ന ഭയമാണ് ഇതിനു പിന്നിലെന്നും സീതാൻഷു പറഞ്ഞു. മത്സരത്തിന് മുമ്പായി വരുന്ന ചിത്രങ്ങളിൽ പുല്ല് നിറഞ്ഞ ഓവൽ പിച്ചാണ് കാണുന്നത്. ഇംഗ്ലീഷ് ഡൊമസ്റ്റിക് സീസണിലും പിച്ച് പേസ് ബോളർ വരെയാണ് തുറച്ചത്. സീസണിൽ ഓവലിൽ വീണ 150 വിക്കറ്റുകളിൽ 131 കൊത്തിയെടുത്തത് പേസർമാരാണ്. ഇനി പേസാണെങ്കിലും ഇന്ത്യക്ക് അത്ര ആശങ്കയ്ക്ക് വകയൊന്നുമില്ല. കാരണം ബ്രോഡും ആൻഡേഴ്സണും ഇല്ലാത്ത ഇംഗ്ലീഷ് ബോളിങ്ങിന് മൂർച്ചയില്ല എന്നത് നാം കണ്ടതാണ്. ബെൻ സ്റ്റോക്സിൻ്റെ പോരാട്ട വീര്യത്തിലാണ് അവർ ഇന്ത്യയോട് പൊരുതി നിന്നത്. മറുവശത്തെ ഇന്ത്യയിലേക്ക് വന്നാലോ, ജസ്പ്രീത് ബുംറയും ഋഷഭ് പന്തും ഇല്ല എന്ന് ഉറപ്പായി. അല്ലെങ്കിലും ജസ്പ്രീത് ബുംറയെ ചുറ്റിക്കറങ്ങുന്ന ഒരു ഉപഗ്രഹമായിരുന്നില്ല ഈ പരമ്പരയിലെ ഇന്ത്യ. സിറാജും ആകാശ് ദീപുമെല്ലാം അവസരത്തിനൊത്ത് ഉദിച്ചു പൊന്തി. ബുംറ ഇല്ലാതെ തന്നെ എഡ്ജ് ബാസ്റ്റനിൽ വിജയക്കൊടി നാട്ടുകയും ചെയ്തു. ബുംറയ്ക്ക് പകരം ആകാശ് ദീപ് തന്നെ എത്തുമെന്നാണ് വാർത്തകൾ. അതേസമയം ഋഷഭ് പന്തിൻ്റെ ശൂന്യത നികത്താനാകാത്തതാണ്. പകരം ഗ്ലൗസ് അണിയുന്ന ധ്രുവ് ജുറേലിനിത് സ്വയം തെളിയിക്കാനുള്ള അവസരം കൂടിയാണ്. ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാനായി ഷർദുൽ ഠാക്കൂറിനെ തന്നെ പരീക്ഷിക്കാനാണ് സാധ്യത. ജഡേജയും സുന്ദറും ഹീറോയ്ക്ക് ഇമേജിൽ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ കുൽദീപ് വീണ്ടും പുറത്ത് തന്നെ ഇരിക്കും. സായ് സുദർശനും കരുൺ നായരും മാറി മാറി വരുന്ന നമ്പർ 3 പൊസിഷനിൽ മാത്രമാണ് കൺഫ്യൂഷൻ ഉള്ളത്. ബാക്കിയുള്ള പൊസിഷനുകളെല്ലാം സ്ട്രോങ് ആയി നിലനിൽക്കുന്നു. പോയ മത്സരത്തിലെ ചെറുത്തുനിൽപ്പിനും ഹ്യൂമിലിയേഷനും ഒരു മറുപടി ഇംഗ്ലണ്ട് കൊതിക്കുന്നുണ്ട്. ഒരുങ്ങിത്തന്നെയാണ് സ്റ്റോക്സും കൂട്ടരും വരിക. ചെറുത്തു നിൽക്കാനും സഡൻ ഷോക്ക് നൽകാനും ഇന്ത്യയും ഒരുക്കത്തിലാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന അതിമനോഹരമായ ഫോർമാറ്റ് അതിൻ്റെ പീക്കിലേക്ക് ഉയരുന്ന 5 ദിവസങ്ങൾക്കായി കാത്തിരിക്കാം.